Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed what are the features of timekeeping. Today we are going to discuss what are the different methods of timekeeping. There are 6 important methods of timekeeping. First one, time recorded by timekeeper. Second one, signing in attendance register. Third one, token or disk method. Then fourth one, card time recorder. Fifth one, dial time recorder. Then last one is the punching. Okay. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിന്റ് നോക്കാം. ഫസ്റ്റ് വൺ, ടൈം റെക്കോർഡഡ് ബൈ ടൈം കീപ്പർ. അപ്പോൾ ഹൂ ഈസ് ടൈം കീപ്പർ? ദ പേഴ്സൺ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു റെക്കോർഡ് ദ അറ്റൻഡൻസ് ഓഫ് വർക്കേഴ്സ് ഈസ് കോൾഡ് ടൈം കീപ്പർ. അപ്പോൾ who is what timekeeper? Timekeeper is the person who record the attendance of worker. Okay, is called a timekeeper. Then attendance will be recorded by the timekeeper on physical verification of workers at the incoming and outgoing times. ഓരോ വർക്കേഴ്സും നമ്മുടെ ഫാക്ടറിക്ക് അകത്തോട്ട് വരുമ്പോഴും അതുപോലെ തിരിച്ചു പോകുമ്പോഴും അവരെ ഫിസിക്കലി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ടൈം റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, ദിസ് മെത്തേഡ് ഷുഡ് ബി സ്യൂട്ടബിൾ ഇൻ സ്മോൾ ഫാക്ടറീസ് ഹാവിങ് 10 to 20 വർക്കേഴ്സ്. 10 മുതൽ 20 വർക്കേഴ്സ് ഉള്ള സ്മോൾ ഫാക്ടറീസിൽ മാത്രമേ എന്ത് മെത്തേഡ് സ്യൂട്ടബിൾ ആകുകയുള്ളൂ? ടൈം റെക്കോർഡഡ് ബൈ ടൈം കീപ്പർ മെത്തേഡ് സ്യൂട്ടബിൾ ആകുകയുള്ളൂ. ഓക്കെ. Second one, signing the attendance register. This method is generally followed for recording attendance of staff only and not the workers. അപ്പം ഓഫീസ് സ്റ്റാഫിന് അല്ലെങ്കിൽ അല്ലാത്ത എംപ്ലോയീസിന് മാത്രമായിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് അറ്റൻഡൻസ് കീപ്പിംഗ് ആണ് എന്തെന്ന് പറയുക? സൈനിങ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ. ഇത് സാധാരണ ആര് ഫോളോ ചെയ്യാറില്ല? വർക്കേഴ്സ് ഫോളോ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് ജനറലി ഫോളോഡ് ഫോർ റെക്കോർഡിംഗ് അറ്റൻഡൻസ് ഓഫ് സ്റ്റാഫ് ഓൺലി ബട്ട് നോട്ട് the workers. Okay, the attendance register is kept on the table in front of a supervisor. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ എവിടെ ആയിരിക്കും കീപ്പ് ചെയ്യുക? ഒരു സൂപ്പർവൈസറുടെ തൊട്ട് മുന്നിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ടേബിളിലായിരിക്കും എന്ത് ചെയ്യുക? ഇത് കീപ്പ് ചെയ്യുന്നത്. അത് അയാളുടെ പ്രസൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആൾക്കാർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, വെൻ ദ ഗ്രേസ് പീരീഡ് ഈസ് ഓവർ ദ രജിസ്റ്റർ ഈസ് എയ്തർ റിമൂവ്ഡ് ഓർ പുട്ട് എ റെഡ് ഇങ്ക് മാർക്ക് എഗൻസ്റ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂ ഹാസ് നോട്ട് സോ ഫാർ സൈൻഡ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു നിശ്ചിത സമയം വരെ നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്റർ അവിടെ കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറ്റും, ആ അറ്റൻഡൻസ് രജിസ്റ്റർ മാറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു 10 മണിക്ക് പഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ 10 മണിക്ക് സൈൻ ചെയ്യാനുള്ളതാണ്. ഒരു 10:30 വരെ നമ്മളത് അവിടെ കീപ്പ് ചെയ്യും. 10:30 വരെ നോക്കും. ആ സമയം വരെയും സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ആ ടൈമിൽ എന്ത് ചെയ്യും? ആ 10:30 ആകുമ്പോഴത്തേന് ആ അറ്റൻഡൻസ് രജിസ്റ്റർ ആ ടേബിളിൽ നിന്ന് മാറ്റും. അതുപോലെ ആ പ്ലേസിൽ ആരാണോ സൈൻ ചെയ്യാത്തത് അവരുടെ പേരിൻ്റെ നേർക്ക് റെഡ് ഇങ്ക് മാർക്ക് രേഖപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, അത് ലീവാണെന്നുള്ളത് മാർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്, സൈനിങ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ. ഇതെന്ന് പറയുന്നത് ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള? സ്റ്റാഫിന് മാത്രമാണ്. വർക്കേഴ്സിന് സാധാരണ കേസിൽ എന്ത് യൂസ് ചെയ്യാറില്ല? ഈ മെത്തേഡ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് ടോക്കൺ ഓർ ഡിസ്ക് മെത്തേഡ് ആണ്. അണ്ടർ ദിസ് മെത്തേഡ് വർക്കേഴ്സ് ആർ അലോട്ടഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓർ ടോക്കൺ നമ്പർ. ഈ കേസിൽ ഓരോ വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നു? ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഒരു ടോക്കൺ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, മെറ്റൽ ഓർ പ്ലാസ്റ്റിക് ഡിസ്ക് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് നമ്പർ. ഓരോ നമ്പറിന് വേണ്ടിയിട്ട് മെറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഡിസ്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ദീസ് ഡിസ്ക് ആർ ഹാങ്ഡ് ഓൺ എ ബോർഡ് നിയർ ദ മെയിൻ ഗേറ്റ് ഇൻ എ സീരിയൽ ഓർഡർ. ആ സീരിയൽ ഓർഡറിൽ നമ്മുടെ മെയിൻ ഗേറ്റിന് അടുത്തായിട്ട് തന്നെ ഇത് എന്ത് ചെയ്തിരിക്കും? ഹാങ് ചെയ്തിരിക്കും. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ഈച്ച് വർക്കേഴ്സ് ടേക്സ് ഹിസ് ടോക്കൺ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ് കെപ്റ്റ് ഇൻസൈഡ് ദ ഗേറ്റ്. അപ്പം അവിടെ നമ്മൾ ഓരോ വർക്കേഴ്സും വരുമ്പോൾ അവരുടേതായ സീരിയൽ നമ്പർ, അവർക്ക് കൊടുത്തേക്കുന്ന നമ്പർ അവരത് എടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക? നമ്മുടെ ഫാക്ടറിക്ക് അകത്തുള്ള ഇൻസൈഡ് ദ ഗേറ്റിൽ വെച്ചിരിക്കുന്ന ബോക്സിൽ സൂക്ഷിക്കുക, അവിടെ ഇടുക. ഓക്കെ, അനദർ ബോക്സ് ഈസ് പ്ലേസ്ഡ് ദെയർ ഫോർ പുട്ടിംഗ് ടോക്കൺ ഫോർ ലേറ്റ് കമേഴ്സ്. എന്നാൽ അവിടെ തന്നെ ഒരു ബോക്സും കൂടി വെച്ചേക്കും ലേറ്റായിട്ട് വരുന്നവർക്ക് പുട്ട് ചെയ്യാനായിട്ട് ഒരു അനദർ ബോക്സും കൂടി അവിടെ വെച്ചിരിക്കും. ദ ടൈം കീപ്പർ വിൽ സോർട്ട് ഔട്ട് ദ ടോക്കൺസ് ഫ്രം ദ ബോക്സ് ആൻഡ് വിൽ മാർക്ക് ദ അറ്റൻഡൻസ് ഓഫ് ഓൾ ദ വർക്കേഴ്സ് പ്രസൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫാക്ടറിക്കുള്ളിൽ പോയി കഴിയുമ്പോൾ ടൈം കീപ്പർ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ടൈം കീപ്പർ അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ആയവർ എത്രയാണ്, ലേറ്റ് ആയത് എത്രയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം അത് മാർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ
റെഗുലർ അറ്റൻഡൻസ് ആൻഡ് ലേറ്റ് അറ്റൻഡൻസ് വിൽ ബി മാർക്ക്ഡ് ഡിസ്റ്റിങ്ക്റ്റ്ലി. അതുപോലെ റെഗുലറായിട്ട്, അതായത് കറക്റ്റ് ടൈമിൽ വന്നവരെയും അതുപോലെ ലേറ്റായിട്ട് വന്നവരെയും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, കാർഡ് time recorder. Card time recorder. It is more improved method of time recording. Incoming and outgoing times are recorded mechanically on a card for each individual workers. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വർക്കേഴ്സിൻ്റെയും എന്ത് ചെയ്യും, അവരുടെ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് എന്ത് ചെയ്യപ്പെടുന്നു, റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അത് മെക്കാനിക്കലി ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. ദീസ് കാർഡ്സ് ആർ പ്ലേസ്ഡ് ഓൺ റാക്ക് നിയർ ദ മെയിൻ ഗേറ്റ്. അതുപോലെ തന്നെ ഈ കാർഡ് എന്ത് ചെയ്യുകയും വേണം, ആ മെയിൻ ഗേറ്റിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. വെൻ ദ വർക്കേഴ്സ് കംസ് ഇൻ, he take out his card and insert in the time recorder. അപ്പം ഒരു പിന്നെ വർക്കർ ബിസിനസ് നമ്മുടെ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് യൂണിറ്റിലേക്ക് വരുമ്പോൾ he take out his card, അയാളുടെ കാർഡ് എടുക്കുക, ആൻഡ് ഇൻസർട്ട് ഇൻ ദ ടൈം റെക്കോർഡർ. അതായത് ഇതിൽ റെക്കോർഡ് ചെയ്യുക, ടൈം റെക്കോർഡറിൽ ഇൻസർട്ട് ചെയ്യുക. ആൻഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഇൻകമിംഗ് റാക്ക്. അത് കഴിഞ്ഞിട്ട് അത് ഇതിൽ ഇപ്പോൾ നമ്മൾ സൂക്ഷിക്കുകയും വേണം, ഇൻകമിംഗ് റാക്കിൽ വെക്കുകയും ചെയ്യുക. ഓക്കെ. വൈൽ ഗോയിങ് ഔട്ട് ഫ്രം ദ ഫാക്ടറി, ദ കാർഡ് ഈസ് ടേക്കൺ ഫ്രം ദ ഇൻകമിംഗ് റാക്ക് ആൻഡ് ഈസ് ഇൻസർട്ടഡ് in the time recorder by which going out time is printed. അപ്പം നമ്മൾ എടുത്ത ആ ഇൻകമിങ് കാർഡ് തന്നെ എന്ത് ചെയ്യുന്നു, ഔട്ട് ഗോയിങ് കാർഡായിട്ട്, അതായത് നമ്മൾ തിരിച്ചു പോകുമ്പോഴും എന്ത് ചെയ്യണം, അത് ഇൻസേർട്ട് ചെയ്യണം. ആ മെഷീനിൽ നമ്മളത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട് ഗോയിങ് ടൈമും എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യപ്പെടും. അപ്പം നമുക്ക് ഓരോ വർക്കേഴ്സിനും കാർഡ് ഉണ്ടായിരിക്കും. ആ കാർഡിലായിരിക്കും എന്ത് ചെയ്യുക, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ടൈംസ് റെക്കോർഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഓരോ കാർഡ് നമ്മുടെ മെയിൻ ഗേറ്റിൽ തന്നെ സൂക്ഷിക്കും. കയറുന്ന സമയത്തും ഇൻസേർട്ട് ചെയ്യണം, അതുപോലെ തിരിച്ചു പോകുന്ന സമയത്തും എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ഇൻകമിങ് ഡേറ്റും അതുപോലെ ഇൻകമിങ് ടൈമും ഔട്ട് ഗോയിങ് ടൈമും എന്ത് ചെയ്യപ്പെടും, റെക്കോർഡ് ചെയ്യും. അതാണ് കാർഡ് ടൈം റെക്കോർഡർ എന്ന് പറയുന്നത്. Then fifth one is dial time recorder. Dial time recorder. This is the picture of dial time recorder. Okay. Time is recorded on a roll of paper within the machine. Time is recorded on a roll of papers within the machine. There is a dial with about 150 holes of each machine which look like a clock. അപ്പോൾ നോക്കാം, ഈ ഡയലിനകത്ത് എന്തായിരിക്കും, ഏകദേശം 150 ഹോൾസ് ഉണ്ടാകും. അത് ഏകദേശം ഏതുപോലെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ കണ്ടു, ആ പിക്ചർ കണ്ടു, ഒരു ക്ലോക്കിനെ പോലെ തന്നെയാണ് അല്ലേ. ദ ഹോൾസ് ആർ സീരിയലി നമ്പേർഡ് ആൻഡ് ഈച്ച് വർക്കർ ഈസ് അലോട്ടഡ് 1 ഹോൾ. ഓരോ ഹോളും എന്താണ്, സീരിയലി നമ്പേർഡ് ചെയ്തതാണ്. 1 to 150 വരെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ഹോളും ഓരോ വർക്കേഴ്സിനായിട്ട് അലോട്ട് ചെയ്യുകയും ചെയ്യുന്നു. വെൻ ദ വർക്കർ കംസ് ഇൻ, ഹി പുട്ട് ദ ഡയൽ ആം. അപ്പോൾ ഒരു വർക്കർ വരുമ്പോൾ ആ ഡയലിൻ്റെ ആം കൊണ്ടുവന്ന് അയാളുടെ ഹോളിൽ പുട്ട് ചെയ്യുക. വിച്ച് ഈസ് ഇൻ ദി സെൻറ്റർ ഓഫ് ദ മെഷീൻ. അത് എവിടെ ഉണ്ടാകും, ആ മെഷീൻ്റെ സെൻറ്ററിലുണ്ടാകും. അത് അവനവൻ്റെ ഡയൽ ഹോളിൽ, ആ ഹോളിൽ കൊണ്ടുപോയിട്ട് പുട്ട് ചെയ്യുക. ഓക്കെ. ദെൻ ഇൻ ദ ഹോൾ ബിയറിങ് ഹിസ് നമ്പർ ആൻഡ് പ്രസ്സസ് ഇറ്റ്. അപ്പം നമ്മൾ അതിൽ കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യുക, അതിലെ നമ്പർ പ്രസ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഔട്ട് ഗോയിങ് ടൈംസ് ആൾസോ റെക്കോർഡഡ് ഇൻ ദ സെയിം വേ. ഇതേപോലെ തന്നെയായിരിക്കും നമ്മൾ തിരിച്ചു പോകുന്ന സമയത്തും നമ്മുടെ സീരിയൽ നമ്പർ ഏതാണോ അതിൻ്റെ പിന്നെ ആം കൊണ്ടുപോയിട്ട്, ഡയൽ ആം കൊണ്ടുപോയി അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഔട്ട് ഗോയിങ് ടൈമും റെക്കോർഡ് ചെയ്യപ്പെടും. ഓക്കെ. ഇതാണ് എന്തെന്ന് പറയുക, ഡയൽ ടൈം റെക്കോർഡർ എന്ന് പറയുന്നത്. Sixth and last important method of timekeeping is punching system. It is an automatic mechanical device for marking the attendance and recording the time of arrival and departure of the workers with the help of പഞ്ച് കാർഡ്സ്. അപ്പോൾ പഞ്ച് കാർഡിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, നമ്മുടെ അറൈവൽ ടൈമും ഡിപ്പാർച്ചർ ടൈമും റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ ഡിവൈസ് ആണ് എന്തെന്ന് പറയുക, പഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ടൈം റെക്കോർഡ് ചെയ്യപ്പെടുന്നെങ്കിൽ അതിനെയാണ് പഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓൺ ദീസ് ഡേയ്സ് ബൈ ഓൾമോസ്റ്റ് ഓൾ ലാർജ് സൈസ്ഡ് ബിസിനസ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഗവൺമെൻറ് ഓഫീസേഴ്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഇപ്പം നമ്മുടെ അറ്റ് പ്രസൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡാണ് എന്തെന്ന് പറയുക, പഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുതന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് സൈസ്ഡ് ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുതലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പഞ്ചിങ് സിസ്റ്റം യൂസ് ചെയ്യുക. അതുതന്നെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന എവിടേക്കാണ്, ലാർജ് ബിസിനസ് കൺസേൺസിൽ, ഗവൺമെൻറ് ഓഫീസേഴ്സിൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുക, പഞ്ചിങ് സിസ്റ്റം. ഓക്കെ. പഞ്ചിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ ഡിവൈസ് ഫോർ marking the attendance and recording the time of arrival and departure of the workers with the help of punch cards.
Dear students, we concluded today's topic. Today we learned what are the different methods of timekeeping. Okay, watch and listen carefully today's topic and write the assignment questions like what are the different methods used in timekeeping. What are the different methods used in timekeeping?